ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വലിയൊരു അവസരങ്ങളുടെ ഒരു പെരുമഴയാണ് PSC നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കേരള PSC. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും, കാറ്റഗറി നമ്പർ 233/2024 പ്രകാരം പോലീസിലെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എന്ന തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. 43,400 മുതൽ 91,200 രൂപ വരെയുള്ള പേ സ്കെയിലിൽ, വളരെ നല്ലൊരു പേ സ്കെയിലിൽ BSc ഡിഗ്രി, BSc ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് വലിയൊരു അവസരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ 4-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുത്തോളം. വളരെ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ അതിൻ്റെ കോഴ്സുകൾ ഉടനെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷ വളരെ വലിയൊരു അവസരമാണ്. ഇപ്പോൾ ജോലിയൊക്കെ കിട്ടാൻ മറ്റ് ഗവൺമെൻറ് ജോലികളൊക്കെ കിട്ടാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു പരീക്ഷ അവർക്ക് ഒരു വലിയൊരു അവസരമായി വരികയാണ്. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. ഏജ് ലിമിറ്റ് ഉണ്ട്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ്. അതായത് 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. പിന്നെ ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് BSc ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഫിസിക്സ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് മാത്രമാണ്. സോ ആൻഡ് ഓൾസോ മസ്റ്റ് ബി സർട്ടിഫൈഡ് ടു പൊസസ് ദ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫൈഡ് ബിലോ വിത്തൗട്ട് ഗ്ലാസസ്. ഡിസ്റ്റൻസ് വിഷൻ 6/6 ഉണ്ടായിരിക്കണം. ലെഫ്റ്റ് ഐക്കും റൈറ്റ് ഐക്കും 6/6 ഉണ്ടാവണം. നിയർ വിഷൻ 0.5 സ്നെല്ലൻ ഉണ്ടായിരിക്കണം, ലെഫ്റ്റ് ഐയും റൈറ്റ് ഐയും. അപ്പോൾ ഇതാണ് ആകെ അവർ പറഞ്ഞിരിക്കുന്ന ഹെൽത്ത് കണ്ടീഷൻ. അപ്പം ഈച്ച് ഐ മസ്റ്റ് ഹാവ് എ ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ. കളർ ബ്ലൈൻഡ്നെസ്, സ്ക്വിൻഡ് ഓർ എനി മോർബിഡ് കണ്ടീഷൻ ഓഫ് ദ ഐസ് ഓർ ഐലിഡ്സ് ഓഫ് ഐദർ ഐ ഷാൽ ഡീംഡ് ടു ബി എ ഡിസ്ക്വാളിഫിക്കേഷൻ. കണ്ണിൻ്റെ ആരോഗ്യം വളരെ പ്രധാനമാണ് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവർ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ്. ഇപ്പോൾ BSc ഡിഗ്രി ഫിസിക്സ് ഓർ കെമിസ്ട്രി പഠിച്ച ആൾക്കാർക്ക്, ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഒരു വലിയൊരു ചാൻസാണ്. അപ്പം ഈ ചാൻസ് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭ്യർത്ഥന. കാരണം ഇത് കഴിഞ്ഞ തവണത്തെയൊക്കെ ലിസ്റ്റൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരിയധികം അഡ്വൈസുകളൊക്കെ പോയിട്ടുണ്ട്. 13 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ അതിലും കൂടുതൽ അഡ്വൈസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് ഇത്തവണ നോട്ടിഫിക്കേഷൻ അവരെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ സ്റ്റാൻഡേർഡ് വിഷൻ, ഒരു മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, അസിസ്റ്റൻറ്റ് സർജൻ ഗ്രേഡിൽ താഴെ അല്ലാത്ത ഒരു മെഡിക്കൽ ഓഫീസർ നൽകിയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇവർ നിഷ്കർഷിച്ചിരിക്കുന്ന ഫോറത്തിൽ ഉദ്യോഗാർത്ഥി വേരിഫിക്കേഷൻ്റെ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. നേരത്തെ നമ്മൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. വൺ ടൈം രജിസ്ട്രേഷൻ PSC വെബ്സൈറ്റിൽ പൂർത്തിയാക്കിയിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ട്രെയിനിങ് ഉണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾക്കൊരു ട്രെയിനിങ് ഉണ്ട്. ഈ തസ്തികയിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥി തിരുവനന്തപുരത്തുള്ള ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിലോ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ നിശ്ചയിക്കുന്ന മറ്റേതെങ്കിലും ട്രെയിനിങ് സെൻറ്ററിലോ 6 മാസം ട്രെയിനിങ് പൂർത്തിയാക്കേണ്ടതാണ്. പ്രസ്തുത ട്രെയിനിങ് നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷ പ്രൊബേഷൻ കാലത്തിനുള്ളിൽ പാസ്സാകേണ്ടതാണ്. പിന്നെ ഒരു ബോണ്ടുണ്ട്. അപ്പോൾ ഈ തസ്തികയിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥി ട്രെയിനിങ്ങിന് ശേഷം കുറഞ്ഞത് 3 വർഷമെങ്കിലും സംസ്ഥാന സർവീസിൽ സേവനം അനുഷ്ഠിക്കാമെന്നും അതിന് കഴിയാതെ വന്നാൽ കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന നിയമന ചട്ടങ്ങൾക്ക് വിധേയമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു തുക സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കാമെന്നും കാണിക്കുന്ന ഒരു ബോണ്ട് നിയമന സമയത്ത് നൽകേണ്ടതാണ്. അപ്പോൾ ട്രെയിനിങ്ങും ബോണ്ടും ഉണ്ട് എന്നുള്ള കാര്യവും കൂടെ ഓർക്കുക. പോലീസ് ഫോഴ്സിലേക്കുള്ളൊരു നിയമനമാണ്. അപ്പോൾ ഈ നിയമന മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചു ഒരുങ്ങുക. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ ഒരു PSC പരീക്ഷയ്ക്കുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി
എന്താണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ സിലബസ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2021 ഇതിന് മുമ്പിലത്തെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ 2022 പരീക്ഷ നടന്നു. അങ്ങനെയാണ് പരീക്ഷ. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും ഫിസിക്സ്, ഗ്രാജുവേറ്റ് ലെവൽ ഫിസിക്സ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കെമിസ്ട്രി ഗ്രാജുവേറ്റ് ലെവൽ, കെമിസ്ട്രി ഫിസിക്സും 40 മാർക്ക് വീതമാണ്. പിന്നെ IT ആൻഡ് സൈബർ ലോ 10 മാർക്കിനുള്ളത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 10 മാർക്കിനുള്ളത്. നോ ഡീറ്റെയിൽഡ് സിലബസ് എന്നാണ് ഇതിന് മുമ്പിലത്തെ PSC പരീക്ഷയ്ക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഫിസിക്സ് പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ രീതിയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ഉണ്ട്, പിന്നെ മെക്കാനിക്സ് ഉണ്ട്, പിന്നെ ഗ്രാവിറ്റേഷൻ ഉണ്ട്, പിന്നെ ഒപ്റ്റിക്സ് ഉണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ പേപ്പറുകൾ മാത്രമാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സിമ്പിളായിട്ടുള്ള പരീക്ഷകളാണ്, ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത് പരീക്ഷയ്ക്ക്, ഇതിന് മുമ്പുള്ള പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മാർക്ക് തെറ്റിയാൽ പോലും, മാർക്കിനുള്ള ചോദ്യം തെറ്റിയാൽ പോലും നിങ്ങൾ റാങ്ക് വളരെയധികം താഴെ പോകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ക്രൂഷ്യലാണ്, ഓരോ പാർട്ടും വളരെ ക്രൂഷ്യലാണ്. എല്ലാ പാർട്ടിലും നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കുകയും വേണം. ഫിസിക്സ് അറിവുള്ളവർക്ക് കെമിസ്ട്രിയും സൈബർ ലോയും കോൺസ്റ്റിറ്റ്യൂഷനും അറിഞ്ഞിരിക്കണം. കെമിസ്ട്രിയിൽ ബിരുദധാരിയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സും ബാക്കി 3 കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഫിസിക്സ് പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഫിസിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് കെമിസ്ട്രിയും പഠിച്ചിട്ടുണ്ടാവും. ഒരു ഡിഗ്രി ലെവലിലുള്ള കെമിസ്ട്രി മനസ്സിലാക്കാനൊന്നും നിങ്ങൾക്ക് അത്ര പ്രയാസവും ഉണ്ടാവില്ല. ഇനി കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫിസിക്സ് മനസ്സിലാക്കാനും ഡിഗ്രി ലെവലിൽ ഫിസിക്സ് മനസ്സിലാക്കാനും അത്ര പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അധികം കഷ്ടപ്പാടില്ലാതെ PG ലെവലിലേക്കോ ഹയർ ലെവലിലേക്കോ ഒന്നും പോകാതെ നിങ്ങൾക്ക് വളരെ മാന്യമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണിത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ തവണത്തെ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസാണിത്. അപ്പോൾ കഴിഞ്ഞ തവണ 2022 ഓഗസ്റ്റ് 1-ാം തീയതിയാണ് പരീക്ഷ നടന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 6/12/2023. അപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ 7ഉം ഈഴവ കാറ്റഗറിയിൽ 14, പിന്നെ ബാക്കി ഇങ്ങനെ മുഴുവൻ 13 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തവണയും ഇതിന് കൂടുതൽ പ്രതീക്ഷിത ഒഴിവുകളിൽ കൂടുതൽ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതാണെന്ന് നോട്ടിഫിക്കേഷനിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ വലിയൊരു അവസരം തന്നെയാണിത്. ഇത് പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ചോദ്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, ഗ്രാവിറ്റേഷൻ, ആദ്യത്തെ ചോദ്യം തന്നെ ഗ്രാവിറ്റേഷനാണ്. വാട്ട് ഈസ് ദ ആക്ച്വൽ വെയിറ്റ് ഓഫ് എ ബോഡി ഹാവിംഗ് എ മാസ് 10 കിലോഗ്രാം? ഒന്നാമത്തെ ചോദ്യം. 10 കിലോഗ്രാം ഉണ്ടെങ്കിൽ നമുക്കറിയാം 10 × 9.8 98 ന്യൂട്ടൺ. പേന പോലും എടുക്കാൻ നമുക്ക് ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് റേഡിയോ വേവ്സ് ഇൻ ഫ്രീ സ്പേസ്? ആർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ളതാണ്. 3 × 10⁻⁷ മീറ്റർ/സെക്കൻഡ്. പിന്നെ ഹാഫ് വേവ് റെക്ടിഫയർ പ്രൊഡ്യൂസ് 80 വാട്ട്സ് ഔട്ട്പുട്ട് പവർ when an AC power of 200 watts is applied as input. What is the rectification efficiency? ചെറിയ ബേസിക് ഇലക്ട്രോണിക്സ് എന്നുള്ള ചോദ്യം. Which of the following electromagnetic radiation is used for producing crystal diffraction pattern? X-ray എന്ന് ആർക്കും അറിയാവുന്ന കാര്യമാണ്. The self destruction of an unstabilized transistor by thermal runaway is caused by? ഏത് കറണ്ട് മൂലമാണ് സെൽഫ് ഡിസ്ട്രക്ഷൻ? അൺസ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസിസ്റ്റർ ഏത് തെർമൽ റണ്ണവേ നടക്കണമെന്നുണ്ടെങ്കിൽ ഏത് കറണ്ട് കൂടിയാലാണ് നടക്കുന്നതെന്ന് ബേസിക് ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഓസിലേറ്റർ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ? എന്തിനാണ് ഓസിലേറ്റർ ഉപയോഗിക്കുന്നത്? പിന്നെ കണ്ടില്ലേ ബേസിക് ഇലക്ട്രോണിക്സ്. പിന്നെ ഐഡന്റിഫൈ ദ റീസൺ ഫോർ ഗെറ്റിംഗ് ഡിഫറെൻറ്റ് കളേഴ്സ് ഇൻ ദ കേസ് ഓഫ് ഓയിൽ സ്പ്രെഡ് ഓവർ വാട്ടർ? നമ്മുടെ റോഡുകളിലൊക്കെ കാണുന്നതാണ് അല്ലേ, ഓയിൽ സ്പില്ലേജ് നടക്കും, വണ്ടികളിൽ നിന്നൊക്കെ ഡീസലൊക്കെ ലീക്കേജ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വെള്ളത്തിൻ്റെ പാളി അല്ല വെള്ളത്തിൻ്റെ മുകളിൽ ഡീസലൊക്കെ ലീക്കേജ് ആയി കഴിഞ്ഞാൽ മുകളിൽ ഒരു പാളി ഉണ്ടാവും. ആ പാളിയിൽ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് യോജിച്ചിരിക്കുന്നു. പിന്നെ വേർ ഡു വി ഫൈൻഡ് മാക്സിമം കോസ്മിക് റേ ഇൻറ്റൻസിറ്റി? എവിടെയാണ്? പോളിലാണോ ഇക്വേറ്ററാണോ ബിലോ സീ ലെവൽ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. പിന്നെ വാട്ട് ഈസ് ദ മെയിൻ എനർജി സോഴ്സ് ഓഫ് സൺ? സണ്ണിൻ്റെ മെയിൻ എനർജി സോഴ്സ് ഏതാണ്? ഫ്യൂഷനാണോ ഫിഷനാണോ? പിന്നെ വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്? ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്നുള്ള ചോദ്യം. സാധാരണ ഡിഗ്രി പഠിക്കുന്ന ആരും ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഒരു ബേസിക് കോഴ്സും കവർ ചെയ്യുന്നതാണ്. പിന്നെ
particles execute a simple harmonic motion, what fraction of the total energy is kinetic if the displacement is half the amplitude? Kinetic energy ratio എത്രയാണ്? പിന്നെ which of the following is not the unit of time? Units and dimension. Which factor determines the difference between isothermal and adiabatic elasticity? നമ്മൾ മെക്കാനിക്സിൽ വരുന്ന ചോദ്യം. Most probable position of a particle in a box for n equal to 1 state is at basic quantum mechanics നമ്മൾ പഠിക്കുന്നതാണ്. How much energy is required to knock out an electron from the innermost orbit? അതും quantum mechanics. Which observation led to the discovery of deuterium by Harold Urey? Deuterium കണ്ടുപിടിക്കാൻ ഉണ്ടായ എന്ത് ഒബ്സർവേഷനാണ്? പിന്നെ 2 charges separated by a distance a, the third charge should be placed to keep in equilibrium, system to be in equilibrium, സിസ്റ്റത്തിന് equilibrium ആക്കാൻ. ഇപ്പം ബേസിക് ഇലക്ട്രോഡൈനാമിക്സ്. ഐഡൻറ്റിഫൈ ദ ക്വാർക്ക് ഹാവിങ് ഗ്രേറ്റസ്റ്റ് റസ്റ്റ് മാസ്. പിന്നെ 3 ലെവൽ ലേസർ നമ്മൾ പഠിക്കുന്നതാണ് ഡിഗ്രി ലെവലിൽ. പിന്നെ മൾട്ടി വൈബ്രേറ്റർ, ഐഡൻറ്റിഫൈ ദ മൾട്ടി വൈബ്രേറ്റർ വിച്ച് ജനറേറ്റ്സ് ദ സ്ക്വയർ വേവ്. പിന്നെ ഇൻ ആൻ അഡയബാറ്റിക് എക്സ്പാൻഷൻ U1 and U2 the internal energies, which is the correct expansion. Energy is the initial and final state. Internal energy relation എന്ത്? പിന്നെ what is the change in entropy? പിന്നെയും thermodynamics. What is the average Fermi energy at 0 Kelvin? 0 Kelvin average Fermi energy എത്ര നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ what happens to the Gibbs function? What happens to what happens to the Gibbs function in a first order phase transition? ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ, സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ ഒക്കെ നമ്മൾ ബേസിക് തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ, ഡിഗ്രിയിൽ പഠിക്കുന്നതാണ്. പിന്നെ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാൻസ്ഫർ ദ ഹീറ്റ് ഫ്രം എ കോൾഡ് ബോഡി ടു എ ഹോട്ട് ബോഡി വിത്തൗട്ട് ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക്. ദിസ് ഈസ് അത് എന്ത് കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബയോഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ അനേറോബിക് ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ്. പിന്നെ ഇലക്ട്രിക് ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ദ എനർജി ഓഫ് ലൈറ്റ് ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിസിറ്റി. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ബേസിക് ആയിട്ടുള്ള കാര്യം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ റിമൈനിങ് ആഫ്റ്റർ n ഹാഫ് ലൈഫ് പീരിയഡ്സ്? n ഹാഫ് ലൈഫ് കഴിഞ്ഞ് കഴിയുമ്പോൾ എത്ര പെർസെൻറ്റേജ് ന്യൂക്ലിയർ റിമൈൻ ചെയ്യുന്നു? ഒബ്ജക്ട്സ് വിച്ച് ആർ കംപ്രൈസ്ഡ് ഓഫ് ഈവൻ നമ്പർ ഓഫ് ഫെർമിയോൺസ് കംസ് അണ്ടർ ദ കാറ്റഗറി. ഈവൻ നമ്പർ ഓഫ് ഫെർമിയോൺ ഉള്ളത് ഏത് കാറ്റഗറി? ബോസോൺ ആണോ, ലെപ്റ്റോൺ ആണോ, ബേരിയോൺ ആണോ, മീസോൺ ആണോ? പിന്നെ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സോൺ ബ്ലേറ്റ് ആൻഡ് കോൺവെക്സ് ലെൻസ്? ബേസിക് ഒപ്റ്റിക്സ്. ഹൗ ഈസ് ദ എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ്ഡ്? ഫോട്ടോ ഇലക്ട്രിസിറ്റി നമുക്കറിയാവുന്നതാണ്. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നത്. ഇത്തവണയും അതിന് മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഇത്തവണയും ഡിസ്കസ് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ, വാട്ട് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഗാമ റേ ഫോട്ടോൺ ഹാവിങ് വേവ് ലെങ്ത് 10⁻⁻10 മീറ്റർ? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ the couple per unit twist for a hollow cylinder and a solid cylinder C1 and C2. Choose the correct expansion. Hollow cylinder and solid cylinder couple per unit twist നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. സോ വിച്ച് വൺ കോൺട്രിബ്യൂട്ട്സ് മാക്സിമം ടു ദ ഡെൻസിറ്റി ഓഫ് യൂണിവേഴ്സ്? വിസിബിൾ മാറ്റർ, ഡാർക്ക് മാറ്റർ, സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്, ഗ്യാസസ് ആൻഡ് ബയോമാസ്. അപ്പോൾ മാക്സിമം ഡെൻസിറ്റി ഈസ് ഡ്യൂ ടു ഡാർക്ക് മാറ്റർ, അറിയാവുന്ന കാര്യമാണ്. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് എവിടെയാണ്? ISRO, VSSC, CERN, INFN. CERN ആണെന്ന് ഓപ്ഷൻ വായിക്കുമ്പോഴേ നമുക്കറിയാവുന്നതാണ്. പിന്നെ ലിറ്റിൽ ബോയ് ഇസ് ദ നെയിം ഓഫ് ആറ്റം ബോംബ് നമുക്കറിയാവുന്നതാണ്. പത്രം വായിച്ചിട്ടുള്ള ഹിരോഷിമ നാഗസാക്കി കാര്യങ്ങൾ വായിച്ചിട്ടുള്ള ആരെ സംബന്ധിച്ചും അവർക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ലൈൻസ് ഡ്രോൺ ത്രൂ ഡിഫറെൻറ്റ് പ്ലേസസ് ഹാവിങ് സെയിം ഡിക്ലിനേഷൻ? ഇപ്പം എന്താണ്? ഐസോക്ലിനിക്, ഐസോഗോണിക്, ഐസെന്താൽപിക്, ഐസോമറിക് ലൈൻസ് അറിയാവുന്നു. സോ വാട്ട് ഈസ് ദ ന്യൂ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഓഫ് റെസിസ്റ്റൻസ് ആർ ഡ്രോൺ n ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്? n ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് ആയിട്ട് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ഒറിജിനൽ റെസിസ്റ്റൻസ് എത്രയാണ്? ρL/A ഫോർമുല നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഹു റിസീവ്ഡ് നൊബേൽ പ്രൈസ് ഫോർ ദ ഡിസ്കവറി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് നമുക്കറിയാവുന്നതാണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾസ് ഹാവിങ് ലാർജർ ബോണ്ട് ആംഗിൾ? അപ്പം 40 ചോദ്യം ഫിസിക്സിൻ്റെ കഴിഞ്ഞ് പിന്നെ കെമിസ്ട്രിയിലേക്ക് കിടക്കുകയാണ്. അപ്പം ലാർജർ ബോണ്ട് ആംഗിൾ, പിന്നെ എമംഗ് ദ ഫോളോയിങ് ഐസോ ഇലക്ട്രോണിക് അയോൺസ് വിച്ച് ഹാവ് ലാർജർ അയോണിക് റേഡിയസ് ഒക്കെ, കുറച്ച് ഓർഗാനിക്, ലേമൻ ബാൾമർ പാഷൻ ബ്രാക്കറ്റ് ഫൺ സീരീസ് ഏത് റീജിയനിലാണ് കിടക്കുന്നത്, അതിന് മാച്ച് ദ ഫോളോയിങ്. അങ്ങനെ ബേസിക് പാക്കിംഗ് ഫ്രാക്ഷൻ ഫിസിക്സിലും പഠിച്ചിട്ടുള്ളതാണ്,
കെമിസ്ട്രിക്കാർ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സുകാരും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ ലോങ്ങസ്റ്റ് CH ബോണ്ട് ലെങ്ത്. പിന്നെ ട്രൈമീതരമീൻ, ഐഡൻറ്റിഫൈ ദ ഇലക്ട്രോഫൈൽ, എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ്, ഡീസാൾഡർ റിയാക്ഷൻ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ. ഇതൊക്കെ കെമിസ്ട്രിയിൽ ഫിസിക്സ് പഠിച്ചിട്ടുള്ള എനിക്ക് ഇതൊക്കെ ഓർമ്മയുണ്ട്, ഡീസാൾഡർ റിയാക്ഷൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെമിസ്ട്രിയുടെ ചോദ്യങ്ങളും നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ, ശരിയല്ലേ? അപ്പോൾ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ ചോദ്യങ്ങളും നമുക്ക് ആൻസർ ചെയ്യാവുന്ന തരം ചോദ്യങ്ങൾ തന്നെയാണ്. കെമിസ്ട്രി ഉണ്ടെന്ന് കരുതി ബെയേഴ്സ് റിയാക്ഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബെയേഴ്സ് റിയേജൻറ്റ് ഏതാണ്? ബെയേഴ്സ് റിയേജൻറ്റ് ഇൻ വിച്ച് മേ ബി യൂസ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്, അല്ലേ? അയഡിൻ സൊല്യൂഷൻ, അറിയാവുന്ന ചോദ്യം. ദെൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ചോദ്യങ്ങൾ. ഹൂ സെഡ് ദീസ് വേർഡ്സ് അബൌട്ട് ക്രിപ്സ് പ്രപ്പോസൽസ്. ദെൻ അത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കമ്പ്യൂട്ടർ കോഡ്? UPS, IEE, ASCII, HTTP, ASCII കോഡ്. വാട്ട് ഈസ് FTP? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. പിന്നെ എ കമ്പ്യൂട്ടർ ക്യാൻ സ്റ്റോർ ഡാറ്റ ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസസ് എക്സെപ്റ്റ് authentication of any electronic record by means of an electric procedure is called digital signature. Then markup language used for creating web pages and web applications. Choose the output device. Then an attack that tricks people into providing sensitive information, phishing. Dash is a network security system that uses rules to control incoming and outgoing network traffic. Then section 66A of Information Technology Act 2000 is concerned with. പത്രം വായിക്കുന്നവർക്കറിയാം. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ സൈബർ ക്രൈം. അങ്ങനെ 10 ചോദ്യങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടർ സൈബർ ലോസ് ആൻഡ് ആപ്ലിക്കേഷൻസിൽ നിന്ന്, പിന്നെ 10 ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും റാങ്ക് ഡിസൈഡിങ് ആയിട്ട് വരുന്നത് ഫിസിക്സുകാരെ സംബന്ധിച്ച് കെമിസ്ട്രിയും, കെമിസ്ട്രിക്കാരെ സംബന്ധിച്ച് ഫിസിക്സും ആയിരിക്കും. കാരണം അവിടെയാണ് നമ്മൾ ഇപ്പം ഡിഗ്രി ഉടനെ കഴിഞ്ഞവരല്ലാത്തവരെ സംബന്ധിച്ച് അവരൊക്കെ ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സൈബർ ലോയും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ആർക്കും പഠിച്ചെടുക്കാവുന്ന ചോദ്യങ്ങളേ ഉള്ളൂ, ശരിയല്ലേ? അപ്പം നിങ്ങൾ പഠനത്തോട് അതീവ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ പഠിച്ചൊരുങ്ങുക. കോമ്പറ്റേറ്റീവ് ക്രാക്കർ കോഴ്സുമായിട്ട് ഉടനെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഈ ചോദ്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും പഠിക്കുക. ഈ ചോദ്യ പേപ്പർ തന്നെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനുള്ളതുണ്ട്. ഏതൊക്കെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് നോളജ് ഈ ചോദ്യ പേപ്പർ തന്നെ നമുക്ക് തരുന്നതാണ്. അപ്പോൾ ചെയ്ത് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വി വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.